പ്രിയമുള്ളവരെ, നിങ്ങളൊരു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റ് നടത്തുന്ന വ്യക്തിയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ യൂണിറ്റ് അല്ലെങ്കിൽ മിനറൽ വാട്ടർ യൂണിറ്റ് നടത്തുന്ന വ്യക്തികളെ ഉദ്ദേശിച്ചാണെങ്കിൽ കൂടി മറ്റു നിർമ്മാതാക്കൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ, അതായത് കുപ്പിവെള്ള നിർമ്മാണ യൂണിറ്റുകൾ നടത്തുന്നവർ ഈ മാസം, അതായത് ഈ ജൂൺ 30 മുമ്പായിട്ട് ഇനി പറയുന്ന ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് ഫോസ്കോ സൈറ്റിൽ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം, ഈയിടെയായിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അതുപോലെ മിനറൽ വാട്ടർ യൂണിറ്റുകൾക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി BIS സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി അല്ലാതാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് BIS സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും അവർക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ലഭിക്കുന്നതിന് നിലവിൽ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പാക്കേജ് ഡ്രിങ്ക് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ, അതായത് കുപ്പിവെള്ളം സാധാരണ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഭക്ഷ്യവസ്തുവായിരുന്നില്ല. എന്നാൽ BIS സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി അല്ലാതാക്കിയതോടുകൂടി പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടറും അതുപോലെ മിനറൽ വാട്ടറും നിലവിൽ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് BIS സർട്ടിഫിക്കറ്റ് നിലവിൽ ഉള്ള പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ യൂണിറ്റുകളും BIS സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഇത്തരത്തിലുള്ള കുപ്പിവെള്ള നിർമ്മാണ യൂണിറ്റുകളും ഈ രണ്ട് വിഭാഗത്തിൽ വരുന്ന ആളുകളും നിർബന്ധമായിട്ടും ഇനി പറയാൻ പോകുന്ന ഡോക്യുമെന്റ്സ് ഫോസ്കോ സൈറ്റിൽ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കണം. ഇവരല്ലാത്തവരും, അതായത് നിലവിൽ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ നിർമ്മാണ യൂണിറ്റ് നടത്തുന്നവരായിരിക്കില്ല. പക്ഷേ അവരുടെ ലൈസൻസ് എടുത്ത് നോക്കിയാൽ ആ ലൈസൻസിൽ അവർ ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ അവർ ഫുഡ് കാറ്റഗറി സെലക്ട് ചെയ്തപ്പോൾ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടറും മിനറൽ വാട്ടറും അവരുടെ ഫുഡ് കാറ്റഗറിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കൂടി ഈ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പറയുന്നതെന്ന് വെച്ചാൽ, നിലവിൽ ഇത്തരത്തിലുള്ള പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ നിർമ്മാണ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആർക്കൊക്കെ ഇൻഹൗസ് ലബോറട്ടറി ഉണ്ട്, അതായത് അവരുടെ സ്ഥാപനത്തിൽ തന്നെ സ്വന്തമായിട്ട് ലബോറട്ടറി ഉണ്ട്, അതല്ലെങ്കിൽ അവർ എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്, സോഴ്സ് ഓഫ് വാട്ടർ എന്താണ്, ഇനി ലബോറട്ടറി ഉള്ള ആളുകൾ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് അവരുടെ ലബോറട്ടറിയിൽ പരിശോധനക്കായിട്ട് ഉപയോഗിക്കുന്നത്, അതിനുപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതാണ് എന്നൊന്നും കൃത്യമായിട്ടുള്ള ഡാറ്റകൾ അതോറിറ്റിയുടെ കൈകളിലില്ല. അതുകൊണ്ട് തന്നെ ആ ഡാറ്റകൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു മോഡിഫിക്കേഷന് അപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മോഡിഫിക്കേഷന് അപേക്ഷ നൽകേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സാധാരണ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് റിന്യൂവലൊക്കെ ചെയ്യുന്ന ഓൺലൈൻ സൈറ്റായ FSSAയുടെ ഫോസ്കോ സൈറ്റ് വഴിയാണ്, ഓൺലൈൻ സൈറ്റ് വഴിയാണ് ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് പറയാം. അതിനു മുമ്പായിട്ട് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നാം അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റാണ് അനക്ഷർ 1. അതിൽ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊന്ന് പറയാം. ഡീറ്റെയിൽസ് ഓഫ് ഇൻഹൗസ് ലബോറട്ടറി ആൻഡ് സോഴ്സ് ഓഫ് വാട്ടർ, അതാണ് അനക്ഷർ 1 ഡോക്യുമെന്റ്സിൽ കൃത്യമായിട്ട് പറയുന്നത്. അത് നാം അപ്ലോഡ് ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിന്റെ ലെറ്റർ ഹെഡിലായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചോദിക്കുന്നത്? ഒന്ന്, ഈ സ്ഥാപനത്തിൽ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ ആണോ അതോ മിനറൽ വാട്ടർ ആണോ അതോ രണ്ടുമാണോ, ഏതാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് ടിക്ക് ചെയ്താൽ മതിയാകും. പിന്നൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങളുടെ സ്ഥാപനത്തിലെ സോഴ്സ് ഓഫ് വാട്ടർ, ഏത് സോഴ്സ് ആണ് നിങ്ങൾ വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അത് ബോർവെല്ലാണോ അതോ സാധാ കിണറാണോ അതോ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഇനി നിങ്ങളുടെ സോഴ്സ് ഓഫ് വാട്ടർ പിന്നീട് എപ്പോഴും മാറുകയാണെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് ഓൺലൈനായിട്ട് FSSAയുമായിട്ട് ഇന്റിമേറ്റ് ചെയ്യണം. ഇനി പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ നിർമ്മാണ യൂണിറ്റുകൾ, ഇനി BIS സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള BIS സർട്ടിഫിക്കറ്റ് ഉള്ള നിർമ്മാണ യൂണിറ്റ് ആണെങ്കിൽ അവരുടെ BIS സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, അതുപോലെ തന്നെ BIS സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റിയും കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റ്സിൽ കാണിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ BIS സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അതോടൊപ്പം അവരുടെ ഇൻഹൗസ് ലബോറട്ടറിയുടെ ഒരു പിക്ചറും, അതായത് ഇൻസ്ട്രുമെന്റ്സോട് കൂടിയുള്ള ഇൻഹൗസ് ലബോറട്ടറിയുടെ പിക്ചറും അതോടൊപ്പം തന്നെ അവരുടെ വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട്, വെള്ളം പരിശോധിച്ച റിപ്പോർട്ടും ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി BIS സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത നിർമ്മാണ യൂണിറ്റുകളാണെങ്കിൽ അവർക്ക് ഇൻഹൗസ് ലബോറട്ടറി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായി കാണിച്ചിരിക്കണം. ഇനി ഇൻഹൗസ് ലബോറട്ടറി ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ലബോറട്ടറി ഉണ്ടെങ്കിൽ അത് NABL അക്രഡിറ്റഡ് ആണോ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് yes or no കാണിച്ചിരിക്കണം. ഇനി ഇൻഹൗസ് ലബോറട്ടറി ഉണ്ടെങ്കിൽ
എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്, ആ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര്, അതിന്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ നമ്പർ, അതിന്റെ കപ്പാസിറ്റി, അതായത് ഒരു ദിവസം എത്ര ടെസ്റ്റിംഗ് നടത്തുന്നുള്ള കപ്പാസിറ്റി, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇനി ഏത് മെത്തേഡാണ് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത്, ഇനി അതിന്റെ ഫ്രീക്വൻസി ഓഫ് ടെസ്റ്റിംഗ്, ഡെയിലി ടെസ്റ്റ് ചെയ്യോ അതോ ആഴ്ചയിലാണോ അതോ മാസത്തിലാണോ എന്നീ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റയായിട്ട് അതിൽ കാണിച്ചിരിക്കണം. അതോടൊപ്പം ആ സ്ഥാപനത്തിലെ ലബോറട്ടറിയുടെ എക്യുപ്മെന്റ്സോട് കൂടിയിരിക്കുന്ന ലബോറട്ടറിയുടെ പിക്ചറും അപ്ലോഡ് ചെയ്തിരിക്കണം. ഇതാണ് അനക്ഷർ 1 എന്ന് പറയുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഫുഡ് സേഫ്റ്റി ലൈസൻസ്, FSSAI ലൈസൻസിനൊക്കെ അപേക്ഷിക്കുന്ന, FSSAI ലൈസൻസ് ഒക്കെ റിന്യൂവൽ ചെയ്യുന്ന സൈറ്റായ ഫോസ്കോ സൈറ്റ് വഴിയാണ് ഇത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫോസ്കോ സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്ന ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ മോഡിഫിക്കേഷൻ ഇൻ ലൈസൻസ് ഓർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോൺ ഫോം സി മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഓർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വരുന്ന നോൺ ഫോം മോഡിഫിക്കേഷൻ വിത്തൗട്ട് ഫീ എന്ന ഓപ്ഷൻ വഴി മുന്നോട്ട് പോവുക. അതിന് താഴെ വരുന്ന അതർ ഡോക്യുമെന്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഓഫ് ഇൻഹൌസ് ലബോറട്ടറി ആൻഡ് സോഴ്സ് ഓഫ് വാട്ടർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ചില ആളുകൾ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ നിർമ്മാണ യൂണിറ്റ് നടത്തുന്നവരായിരിക്കില്ല. പക്ഷേ അവരുടെ ലൈസൻസിൽ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടറും അതുപോലെ മിനറൽ വാട്ടറും ഒക്കെ ഫുഡ് കാറ്റഗറിയിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ആളുകളും ഒരു ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് അവരുടെ ലെറ്റർ ഹെഡിൽ അവർ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ മാനുഫാക്ചർ നിർമ്മിക്കുന്ന യൂണിറ്റ് അല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ അവരുടെ ലെറ്റർ ഹെഡിൽ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 30, 2025 ജൂൺ 30 അതായത് ഈ മാസം ജൂൺ 30 തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. അങ്ങനെ അപ്ലോഡ് ചെയ്യാതെ മോഡിഫിക്കേഷൻ നടത്താതിരുന്നാൽ നിങ്ങൾക്ക് പിഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ നിർമ്മാണ യൂണിറ്റുകളും, പ്രത്യേകിച്ച് പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ കുപ്പിയുള്ള നിർമ്മാണ യൂണിറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു നിർമ്മാണ യൂണിറ്റുകളാണെങ്കിൽ അവരുടെ ലൈസൻസിൽ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടറോ അല്ലെങ്കിൽ മിനറൽ വാട്ടറോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഈ കാര്യം